മീൻകറി പോലെ തോന്നിക്കുന്ന ഒരു വെജിറ്റേറിയൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പച്ചവാഴയ്ക്കൽ കുടംപുളി ഇട്ടുണ്ടാക്കിയ സ്വാദിഷ്ടമായ നാടൻ വിഭവമാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മീൻകറി വെക്കുന്ന പോലെ ഉണ്ടാക്കാൻ പോവാണ്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് 4ആയിട്ട് മുറിച്ചതാണ് കേട്ടോ. പിന്നെ കുടംപുളി ഒത്തിരി മീനിനകത്തിടുന്ന പോലെ ഒത്തിരി വേണ്ട. ഒരു 2 അല്ലി കുടംപുളിയാണ്. അതുപോലെ തേങ്ങ അരയ്ക്കാനുള്ളത്, തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ചുവന്നുള്ളി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായി അരയ്ക്കണം. അരച്ചു വെച്ച അരപ്പ് നമുക്ക് ആദ്യം ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണേ. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി 2 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി പുളി വേണ്ട, നല്ല പുളിയുള്ളതാണ്. അതുകൊണ്ട് 2 അല്ലിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ആ കുടംപുളി ഇട്ട വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില, കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കായ ഇട്ട് കൊടുക്കുക. 1 സ്പൂണാണ് ഇട്ടേക്കുന്നത്. ഉപ്പൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം. വേകാൻ വേണ്ടി അടച്ചു വെച്ചേക്കണേ. അടുപ്പ് മാറ്റി ഒന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തവിയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം മീനല്ലല്ലോ ഉടഞ്ഞു പോകാൻ വേണ്ടി. അപ്പം തവിയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ച് കൊടുത്ത് നല്ലപോലെ ഇരുന്ന് വേകട്ടെ. നമ്മുടെ കായ്ക്കറി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഈ സമയത്ത് ഇച്ചിരി ഉപ്പൂടെ ചേർക്കുവാണേ. കുടംപുളി ഇട്ട കായ്ക്കറിയാണ്, നല്ല ടേസ്റ്റാണ് കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്കിനി ഇത് കടുക് വറുക്കാം. കടുക് വറുക്കാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പി വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഉള്ളിയും വറ്റൽമുളകും ഒക്കെ നന്നായി മൂത്തതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് വറുത്തത് ആ ചൂടോടെ തന്നെ നമുക്ക് ആ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ചട്ടിയിൽ നിന്നൊന്നും മാറ്റുന്നില്ല, ചട്ടി തന്നെ വെച്ചേക്കുവാണ്. അപ്പം നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻ്റൊക്കെ പറയണം. അപ്പം നമുക്ക് നാളെ വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, ബൈ.